കൊണ്ടോട്ടി മണ്ഡലത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം തെളിഞ്ഞു. 3 മുന്നണികൾക്കും സ്ഥാനാർത്ഥികളായി. പ്രചാരണവും ആരംഭിച്ചു. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ സജീവ രാഷ്ട്രീയ പ്രവർത്തകനായ മുസ്ലിം ലീഗിലെ ടി പി അഷ്റഫ് അലിയാണ് UDF സ്ഥാനാർത്ഥി. നിലമ്പൂർ എടക്കര സ്വദേശിയായ അഷ്റഫ് അലി MSFന്റെ എടക്കര മുസ്ലിയാരങ്ങാടി യൂണിറ്റ് ജനറൽ സെക്രട്ടറിയായാണ് തുടക്കം. പിന്നീട് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി. 2017 MSFന് ദേശീയ കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ പാലക്കാട് നടന്ന സമ്മേളനത്തിൽ ആദ്യ ദേശീയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ടി പി അഷ്റഫ് അലിയായിരുന്നു. കേന്ദ്ര സർവകലാശാലകളിൽ MSFന്റെ പ്രവർത്തനം വ്യാപിപ്പിച്ച അഷ്റഫ് അലി യൂത്ത് ലീഗിന്റെ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറിയായും പിന്നീട് ദേശീയ ജനറൽ സെക്രട്ടറിയായും തിളങ്ങി. കൊണ്ടോട്ടി എടവണ്ണപ്പാറ വെട്ടത്തൂർ സ്വദേശി ഡോക്ടർ പി ജിജിയാണ് LDF സ്ഥാനാർത്ഥി. നിലവിൽ മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗവും CPM മഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗവുമാണ്. കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് ബോട്ടണിയിൽ PhD നേടിയ ജിജി SFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻപ് കാലിക്കറ്റ് സർവകലാശാല യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർപേഴ്സണുമായിരുന്നു. 2021 വേങ്ങരയിൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ മത്സരിച്ചിട്ടുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാധ്യക്ഷനായ P സുബ്രഹ്മണ്യനാണ് കൊണ്ടോട്ടിയിൽ NDA സ്ഥാനാർത്ഥി. കുന്നുംപുറം സ്വദേശിയാണ് യുവമോർച്ച തിരൂരങ്ങാടി മണ്ഡലം ജനറൽ സെക്രട്ടറി. വേങ്ങര നിയോജക മണ്ഡലം പ്രസിഡന്റ്, യുവമോർച്ച ജില്ലാ സെക്രട്ടറി, BJP ജില്ലാ സെക്രട്ടറി തുടങ്ങിയ ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. 2011 വേങ്ങര നിയോജക മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ചിരുന്നു. സ്ഥാനാർത്ഥികളായതോടെ വരും ദിവസങ്ങളിൽ കൊണ്ടോട്ടിയിൽ പ്രചാരണത്തിന് ചൂടേറും. പൊളിറ്റിക്കൽ ഡെസ്ക്, എയർ 1.